2026 ഏപ്രിൽ മാസം 29-ാം തീയതി ബുധനാഴ്ച തിരുവല്ല കുരിശുകവലയിലുള്ള CVP ടവറിൽ ഫോക്കസ് ഇന്റർനാഷണൽ അക്കാഡമിയുടെ വകയായിട്ട് നടത്തുന്ന അവധിക്കാല ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിൽ ക്ലാസ് എടുക്കുവാനായി ഒരവസരം ലഭിച്ചു. വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. ധാരാളം മികച്ച കുട്ടികളുമായിട്ട് സംവേദിക്കുവാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. നമ്മുടെ ജോജു സാറും ജോജി മാഡം ഉണ്ട്, രണ്ടുപേരും ഉണ്ട്. ഇതിന്റെ ഫോക്കസ് ഇന്റർനാഷണൽ അക്കാഡമി ഇവിടെ നല്ലൊരു സംരംഭമാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് പല പല സർവീസുകൾ നൽകുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഗ്രേറ്റ്. വിദ്യാഭ്യാസത്തിലൂടെ രണ്ടുപേരും കപ്പിളാണ്. നല്ലപോലെ ഇദ്ദേഹത്തിന്റെ ഫാദറൊക്കെ നമ്മുടെ ഞങ്ങളുടെ ഫാദറിന്റെ ഒക്കെ അടുത്ത സുഹൃത്തുമാണ്. ഞങ്ങളുടെയൊക്കെ നല്ല സ്നേഹമുള്ള മനുഷ്യരാണ്. എന്ത് പറയുന്നു? ഹൗ ഡു യു സീ? സോ 1 month ക്ലാസ് ആണ്, ഒരു മാസത്തിന്റെ ക്ലാസ്. 40-50 കുട്ടികളുണ്ട്. ഒരു ഗ്രേറ്റ്. ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ട്, ഇംഗ്ലീഷും പഠിപ്പിക്കുന്നുണ്ട്. വന്നില്ല. സോ എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും വിശ്വഭാരതി സ്റ്റഡി സർക്കിളിന്റെ ആശംസകൾ അറിയിക്കുന്നു. സ്മോൾ എയിം ഈസ് എ ക്രൈ. Okay, now everyone concentrate here. Okay, we have a special guest over here today. His name is Matthew Koshi sir. Okay, now he's a very close friend of ours. Not only that, our family ഒത്തിരിയും പുള്ളിയുടെ ഒരു വലിയ ഫാൻ ഉണ്ട്. പുള്ളി എപ്പോഴും സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. Okay, and he's quite active in the Tiruvalla circles. Okay, pretty well known, and he's also a very active member in the church as well. Okay, now one thing which stands out about him is that he's a very selfless person. Selfless person എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്റെ കുടുംബത്തിന് വേണ്ടി എനിക്ക് വേണ്ടി ചെയ്യുന്നത് he does for everyone else. I've never seen, I don't think he's got a single cell in his body which is showing that he's selfish. Okay, he's a very selfless person. Okay, ബാക്കിയുള്ളവർക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി നമ്മള് ഫോക്കസ് ഇന്റർനാഷണൽ അക്കാഡമി തിരുവല്ലയിലെ നമ്മുടെ ലീഡർഷിപ്പ് ട്രെയിനിങ് സെഷൻസ് ആണ്. ഇന്ന് ഏകദേശം 30 കുട്ടികളുണ്ട്. സോ വി ആർ ഗോയിങ് ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. അറ്റ് ദ ഏജ് ഓഫ് 30 years, വാട്ട് വിൽ ബി മൈ ജോബ്? വേർ വിൽ ഐ ബി ദെൻ? മൈ കാർ. സോ ഐ എം ഗോയിങ് ടു ഇൻസ്പെക്ട് ദ ആൻസേഴ്സ്. ഷോ മീ ദ ആൻസേഴ്സ് ഇഫ് യു ഹാവ് റിട്ടൺ ഇറ്റ്. കാണിച്ചേ. എളുപ്പം ഈ 3 ചോദ്യം എഴുതാൻ 2 മണിക്കൂർ വേണോ? സമയം കളയല്ലോ നമുക്ക്. എനിക്ക് ആ പാടെ 1 മണിക്കൂർ തന്നിട്ടുള്ളൂ. നോക്കട്ടെ. ഇല്ല, എളുപ്പം. At the age of 30 years, what will be my job? Where will I be then? ഞാൻ എവിടെയായിരിക്കും ജോലി ചെയ്യുന്നത്? My car. മാരുതി വാഗണാർ ആണോ, മെഴ്സഡീസ് ബെൻസ് ആണോ, ഓടിയാണോ, നടന്നാണോ? ഓടിയല്ല, ഓടുന്നില്ല. എഴുതിയോ കുഞ്ഞ്? കാണിച്ചേ. എന്തോ പേരെന്തോ മോളെ? ഗൗരി. മെഗാസ്റ്റാർ ജഡ്ജ് ആണ്. നോട്ട് മെഗാസ്റ്റാർ, മജിസ്ട്രേറ്റ്. ഓ മൈ ഗോഡ്. നോ പ്രോബ്ലം. പപ്പ വക്കീലാണ്. ഗൗരി മോക്ക് മജിസ്ട്രേറ്റ് ആണെന്നാണ്. ഗൗരി എന്ന കുട്ടി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് മജിസ്ട്രേറ്റ് ആകണമെന്നാണ്. വെരി ഗുഡ്, എക്സലന്റ്. തിരുവനന്തപുരത്തായിരിക്കണം. കാർ ഏതാണ്? ക്രിയേറ്ററോ? ക്രേറ്റ. വെരി ഗുഡ്, ഗോഡ് ബ്ലസ് യു, എക്സലന്റ്, അമേസിംഗ്. ഇനി ആരും എഴുതിയോ? നോക്കിക്കേ, വെറും 10 വയസ്സ് 11 വയസ്സല്ലേ? 10 വയസ്സ് 10 വയസ്സുള്ള കുട്ടിക്ക് മജിസ്ട്രേറ്റ് ആകണം. കാണില്ലേ? അദീന. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അദീന എന്ന കുട്ടിക്ക് ഒരു ലോയർ ആകണം. കേരളത്തിൽ തന്നെ ആയിരിക്കണം. കാർ ഏതാണ്? ഫോർച്യൂൺ ആയിരിക്കണം. ലോയർ. എന്തിനാ വക്കീലാവുന്നത്? അതാണ് ഇഷ്ടം. ഓക്കെ, എഴുതിയോ മോള്? എഴുന്നേറ്റേക്ക്. എന്തോ പേര് പറഞ്ഞേ?
ആലിയ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നല്ലോ, ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ ആലിയ എന്നുള്ള പേരും. എത്രാം ക്ലാസ്സിലാ? +1. എന്താവണം? നേഴ്സ് ആവണം. ബാംഗ്ലൂരിലാവണം. നേഴ്സ് ആയാൽ BMW വാങ്ങിക്കാൻ നോക്കൂ. അത്രയും പൈസ കിട്ടുമോ നേഴ്സിന്? BMW വില എത്ര എന്നറിയോ? ഞാൻ ഈ നാട്ടുകാരനെ അല്ല. ഒരു BMW കാറിന്റെ വില എത്ര എന്നറിയോ? ആർക്കെങ്കിലും പറയാം BMW കാറിന്റെ വില? 1 ലക്ഷം രൂപയ്ക്ക് അതിന്റെ കണ്ണാടി കിട്ടും. ഏറ്റവും കുറഞ്ഞത് 50 lakh ആണ്. അതുകൊണ്ട് നേഴ്സായാൽ പോലെ ഡോക്ടറാണ് കേട്ടോ. ആഞ്ഞു പിടിച്ചോളൂ പോലെ. ഇനി ആരും എഴുതിയോ? ഞാന്നേ ഇല്ല, എഴുതുന്നില്ല. ചൊല്ലിട്ടു. കനക. അനക എത്രല്ലാ പഠിക്കുന്നേ? ഏത് സ്കൂളിലാ? മൈക്ക് വന്ന് പറ. എന്തുവാ മോളുടെ ഡ്രീം? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. എന്റെ ബ്രദർ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. എന്റെ ബ്രദറും ബാംഗ്ലൂരാണ്. വെരി ഗുഡ്. ഇത് രണ്ടും എന്റെ ബ്രദറിന്റെ അതേ ഇതാണല്ലോ. പുള്ളിക്ക് പിന്നെ BMW ഒന്നും വേണ്ട. ഹി സാറ്റിസ്ഫൈഡ് വിത്ത് സ്വിഫ്റ്റ്. സോ യു വാണ്ട് BMW. വെരി ഗുഡ്. ഓക്കെ, ഗോഡ് ബ്ലസ് യു. എഴുതിയോ? കാണില്ലേ? എഴുതിക്ക്. പേരെന്തോ? ജെനി. എത്രാം ക്ലാസ്സിലാ? സോ ആക്ട്രസ് ആവണം. എക്സലന്റ്. വെരി ഗുഡ്. സിയോൾ സിറ്റി. വെരി സിയോൾ. സൗത്ത് കൊറിയയിലാണ്. വണ്ടർഫുൾ. BMW. ഗ്രേറ്റ്. ഗോഡ് ബ്ലസ് യു. എന്തുവാണം? ആർമിയിലാവണം. ഇന്ത്യയിലായിരിക്കണം. ഓടി കാർ വേണം. ഇനി മോൻ പറഞ്ഞു നേവിയിലാണ്. പേര് പറ. ജോലി എന്തുവാ? നേവി. കാർ ഏതാ? സുപ്ര. ചിന്മയി. എന്താണ് മോക്ക്? ആർട്ടിസ്റ്റ് ആവണം. ഏത് കാറാ? നിസാൻ. വെരി ഗുഡ്. ഗോഡ് ബ്ലസ് യു. അർജുൻ ദേവ്. എന്താവണം? IPS. വണ്ടർഫുൾ. ഇന്ത്യൻ പോലീസ് സർവീസ്. ഓ മൈ ഗുഡ്നസ്. തിരുവനന്തപുരം. കാർ ഏതാണ്? IPS കാരൻ BMW വാങ്ങിക്കണ. പൈലറ്റ് ആവണം. വെരി ഗുഡ്. വേറെന്തോ? കാറ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്. പിന്നെ ഒരു സാധനം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ദൈവകൃപയാൽ ആരും കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെ കൈവക്ക്. വെരി ഗുഡ്. ആ കുട്ടി എങ്ങനെ കണ്ടത്? വീട്ടിലുണ്ടോ? മോടെ പപ്പായ്ക്ക് എന്തോ ജോലി? വെരി ഗുഡ്. അമ്മയോ? വെരി ഗുഡ്. കൊള്ളാം. ഈ നിൽക്കുന്ന ചേച്ചിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ നിൽക്കുന്ന ചേച്ചി ചേച്ചി ആശയൊന്നുമല്ല, അതുപോലെ ഇരിക്കുന്നതേ ഉള്ളൂ. ഈ നിൽക്കുന്ന ചേച്ചിയുടെ പേരാണ് മെൽവിയ. ആ ചേച്ചിയുടെ പേരെന്തുവാ? അതുപോലെ ഇരിക്കുന്നുണ്ടോ? സോ മെൽവിയ എന്ന് പറയുന്ന ചേച്ചിയാണ്. ഈ ചേച്ചിയുടെ വീട് എവിടാന്നറിയോ? ഈ ചേച്ചിയുടെ വീട് തിരുവല്ലയിലാണ്. ഇവിടുന്ന് വെറും 5 കിലോമീറ്റർ കാരക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, കാവുംഭാഗത്തിനടുത്ത്. ഈ ചേച്ചിയുടെ പടം എന്തിനാ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ ഫ്രണ്ട് പേജ് വന്നത്? മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വിഷു ോടനുബന്ധിച്ച് ഒരു ലിറ്റററി കോമ്പറ്റീഷൻ, കഥയും കവിതയും ഒക്കെ എഴുതാനുള്ള ഒരു കോമ്പറ്റീഷൻ. അതിനകത്ത് പോയം റൈറ്റിംഗ്, കവിതാ രചനയ്ക്ക് ഓൾ കേരള ലെവലിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടിയാണിത്. നമ്മുടെ തിരുവല്ലക്കാരി. ഇപ്പോൾ തിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തുഞ്ചത്ത് എഴുത്തച്ഛൻ സർവകലാശാലയിൽ മലയാളത്തിൽ റിസർച്ച് നടത്തുകയാണ്. ഇവിടെ കുറ്റപ്പുഴയിലെ മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂളിൽ പഠിച്ച ആളാണ്. നല്ല പോഷ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് മലയാളം അങ്ങ് തിരഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ പഠിച്ചു. ഇപ്പൊ നാട്ടിലുണ്ടോ? ഒരു ദിവസം വിളിക്ക്. ഞാനിവിടെ പോയി ഇന്റർവ്യൂ എടുത്തു. നല്ലൊരു ചേച്ചിയാണ്, കവിത ചൊല്ലും, പാട്ട് പാടും. ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം നിങ്ങൾ വിളിക്കും, ഒരു മണിക്കൂർ സെഷൻ ചെയ്താൽ മതി, അദ്ദേഹം വന്ന് ചെയ്യും. അതുകൊണ്ട് ഈ ചേച്ചി ഇത് കാണും, വീഡിയോ ഞാൻ അയച്ചു കൊടുക്കാം. അതുകൊണ്ട് ഞങ്ങളുടെ തിരുവല്ലയിലെ ഇവിടുത്തെ നമ്മുടെ ഇത്രയും കുട്ടികളുടെ വകയിൽ അഭിനന്ദനം നമ്മുടെ മെൽവിയ ചേച്ചിക്ക് കൊടുത്തേ. ഒന്ന് കൈയടിച്ചേ. ഈ കയ്യടി പോരാ. വെരി ഗുഡ്. ഞാനിത് അയച്ചു കൊടുക്കും, ചേച്ചി കാണും. ഈ കണക്ക് പേടിയുള്ള ആരെങ്കിലും ഉണ്ടോ? കണക്ക് പേടിയുള്ളൊരു ദേവിക്ക് ഇല്ല. കണക്ക് പേടിയാണോ? എത്രാം ക്ലാസ്സിലായി?
അങ്ങനെ പേടിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. 5ാം ക്ലാസ് ഇപ്പോഴേ ഇതിനാ കണക്കിനെ പേടിക്കുന്നത്. വലിയ കുട്ടികൾക്ക് പേടിയുണ്ടോ കണക്കിനെ? ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? യെസ്, പേടിയുണ്ട്. കൈ ശരിക്കും പൊക്ക്. കണക്കിനെ പേടിയുള്ളവർ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇനിയുള്ള 10-15 മിനിറ്റ് ഞാൻ കണക്കിനെ ഉള്ള പേടി മാറ്റാൻ വേണ്ടി ഒരു കഥ പറയാൻ പോവുകയാണ്. സൂക്ഷിച്ച് കേട്ടോണേ. ഇത് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞ കഥയാണ്. ഈ കഥ നടക്കുന്നത് ഒരു 33 വർഷം മുമ്പാണ്. വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. 33 years ago this story happened. കേരളത്തിലെ ഒരു സ്ഥലത്ത് തന്നെയാണ്. അപ്പൊ അവിടെ ഒരു നല്ലൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് നമ്മുടെ കഥാനായകൻ കുട്ടി പഠിക്കുന്നത്. 33 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു നല്ല സ്കൂളിൽ പഠിക്കുകയാണ്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കുക, അതല്ലേ? അപ്പോൾ ഈ ഓണപ്പരീക്ഷ എന്ന് പറഞ്ഞൊരു പരീക്ഷ അന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോട്ടോന്ന് എനിക്കറിയത്തില്ല, ഉണ്ടോ? ഇപ്പൊ എല്ലാ സെമസ്റ്ററും ഏതാണ്ടൊക്കെയാ. അപ്പൊ ഈ ഓണപ്പരീക്ഷ കഴിഞ്ഞിട്ട് മാർക്ക് തരുവാന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാ? PTA വിളിച്ചിട്ട് പേരൻസിന്റെ കയ്യിലോട്ട് കൊടുക്കുമല്ലേ? അന്നെന്ന് പറഞ്ഞാല് ക്ലാസ്സിൽ ഉറക്ക വിളിച്ചങ്ങ് പറയും. പേരും വിളിച്ചു പറയും, മാർക്കും വിളിച്ചു പറയും. അപ്പൊ നല്ല മാർക്ക് കിട്ടിയവർക്കൊക്കെ വലിയ സന്തോഷമാണ്. അപ്പൊ ക്ലാസ്സിൽ മാത്സ് ടീച്ചർ സാറ് വന്നിരുന്ന് ഗിരീഷ് പി ചാക്കോ 50-ൽ 48, സിജീഷ് ഡൊമിനിക് 50-ൽ 50, കുര്യൻ ജോർജ് 50-ൽ 47, സതീഷ് 50-ൽ 35 എന്ന് കൈവിടുന്നത്. ശ്രദ്ധിച്ചു കേൾക്ക്, നല്ല കഥയാ. അവസാനം നമ്മുടെ കൊച്ചനിങ്ങനെ അവിടെ സ്മാർട്ടായിട്ട് കൂളായിട്ടിരിക്കുകയാണ് നമ്മുടെ കഥാനായകൻ. അദ്ദേഹത്തിന്റെ പേര് വിളിച്ചു. സാറൊന്നും മിണ്ടുന്നില്ല. വന്നു കൊണ്ടുപോടാ. അദ്ദേഹം മാർക്ക് ലിസ്റ്റ് അങ്ങോട്ട് എടുത്തു. അദ്ദേഹത്തിന് കിട്ടിയ ചരിത്രപരമായ മാർക്കാണ് 50-ൽ 9 മാർക്ക്. ജയിച്ചോ? അങ്ങനെ വെക്കല്ലേ, ജയിച്ചോ? 50-ൽ 9 എന്ന് പറഞ്ഞാൽ 100-ൽ എത്ര? 100-ൽ എത്ര? 9 out of 50 is what out of 100? വളരെ സിമ്പിൾ. 50 ഡബിൾ അല്ലേ 100? അന്നേരം 9ന്റെ ഡബിൾ അല്ലേ 18%. ഏത് ഗ്രേഡാ? D ഇല്ല, E ഉണ്ടോ? എനിക്കറിയത്തില്ല. കംപ്ലീറ്റ് തോറ്റുപോയാള്. ഈ കൊച്ചൻ 14 വയസ്സുള്ള കൊച്ചന്റെ തലയിൽ കൂടെ ഇരുട്ടൊക്കെ കയറാൻ തുടങ്ങി. കാരണം വീട്ടിലോട്ട് ചെന്ന അപ്പൻ എടുത്തിട്ട് അടിക്കും. ഇന്നൊന്നും പിള്ളേരെ അടിക്കാൻ ഒക്കത്തില്ല, അന്ന് അടിക്കായിരുന്നു. ആരും അടിക്കത്തില്ലെന്ന് പറഞ്ഞു. ഈ കൊച്ചന്റെ തലയെ കൂടി ഇരുട്ട് കയറി. ഇങ്ങനൊരു പരാജയം ആ കൊച്ചൻ പ്രതീക്ഷിച്ചതയില്ല. അതും മാത്തമാറ്റിക്സിന് 50-ൽ 9. അദ്ദേഹത്തിന്റെ അമ്മ ഒരു കണക്ക് ടീച്ചറാ. അന്നപ്പോഴായി സംഭവം സംഭവിക്കുന്നത്. കൊച്ചൻ ഓർന്നു, തീർന്നു, ഇനി ഒരു രക്ഷയില്ല, എങ്കിൽ പിന്നെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാന്ന് വിചാരിച്ചു. 14 വയസ്സുള്ള കൊച്ചൻ. നിങ്ങൾക്ക് ഒന്നും പ്രശ്നമല്ല, പിന്നെ വലിയ കാര്യമായി മാർക്ക് കുറഞ്ഞാണോ. പക്ഷെ അന്ന് ആ കൊച്ചിന് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം വീട്ടിൽ ചെന്നാ അപ്പൻ അടിക്കും, അമ്മ അടിക്കും, എല്ലാരും അടിക്കും. അങ്ങ് ഭയങ്കര പേടിയായി. ഈ കൊച്ചൻ ഓർത്ത് വൈകിട്ട് ആ കൊച്ചൻ പഠിക്കുന്ന സ്കൂളിന്റെ അടുത്തുകൂടെ ട്രെയിൻ പോകുന്നത്, റെയിൽവേ പാളമുണ്ട്. വൈകിട്ട് 4 മണിക്ക് മദ്രാസ് മെയിൽ വരും. മദ്രാസ് മെയിലിന്റെ മുമ്പിൽ ചാടി ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഇന്ന് വൈകിട്ട് മരിക്കാൻ പോവുകയാണ് ആ കുട്ടി. അന്ന് അതുകൊണ്ട് ഫ്രണ്ട്സിനോടെല്ലാം യാത്ര പറഞ്ഞു. ഫ്രണ്ട്സിനോടൊന്നും പറഞ്ഞില്ല മരിക്കാൻ പോവാന്ന്. ഉച്ചയ്ക്ക് ചോറൊന്നും കഴിക്കാൻ തോന്നുന്നില്ല, കാരണം ഇന്ന് വൈകിട്ട് പോവുകയാ. അവസാനം വൈകുന്നേരം അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന ബാസ്കറ്റ് ബോൾ കോർട്ടിന്റെ അടുത്ത് ചെന്ന് ബാസ്കറ്റ് ബോളിന്റെ ആ പോളിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്ത് പോവുക ചേട്ടാ, പോവുക ബ്രോ എന്നൊക്കെ പറഞ്ഞ് അവസാനം 4 മണിയായപ്പോൾ റെയിൽവേ ട്രാക്കിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. നിർണായകമായ നിമിഷങ്ങൾ. സീരിയസ് ആയിട്ട് എടുക്കുക. ഒരു കൊച്ചു പയ്യന്റെ നൊമ്പരമാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാം തമാശയാ. നിങ്ങൾ ഈ വാഴയും കണ്ട് എന്തോ തമാശ, എന്തോ സീരിയസ്നെസ് എന്നറിയാത്ത കുറെ കുട്ടികൾ. നിങ്ങളെ കുഴപ്പമല്ല. ചാടിയോ പറ. ചാടിയെങ്കിൽ 2026 ഏപ്രിൽ മാസം 29-ാം തീയതി രാവിലെ 10 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ഉള്ളപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിൽക്കാൻ ആ കൊച്ചൻ കാണത്തില്ലായിരുന്നു. സാറാണോ സാറിന്റെ കയ്യടിയാ വരുന്നത്. ഇതെന്തോ എന്റെ കഥയാ പറഞ്ഞത്.
അന്ന് ട്രെയിനിന്റെ മുമ്പിൽ ചാടാൻ ശ്രമിച്ച ആ പയ്യനാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ ചാടിയില്ല. 50-ൽ 9. നിങ്ങൾക്ക് ആർക്കും അത്രയും മാർക്ക് കിട്ടിയിട്ടില്ലല്ലോ. അത്രയും കുറഞ്ഞ മാർക്ക് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? വൻ പരാജയം. പിന്നെ ഒരു വിധത്തിൽ പഠിച്ചു, പത്താം ക്ലാസ്. അന്ന് ഒത്തിരി അടി കിട്ടി കേട്ടോ. ഈ അന്ന് കിട്ടിയ അടിയുടെ കൈയും കണക്കുമില്ല. 3 വടിയാ ഓടിഞ്ഞത്. 10ാം ക്ലാസ് ആയപ്പോൾ അത് 100-ൽ 82 ആയി. 100-ൽ 18-ൽ നിന്നും 100-ൽ 82. പിന്നെ 11th 12th കോളേജിലാണ് പഠിച്ചത്. തിരുവല്ല മർത്തോമ കോളേജിലാണ് പഠിച്ചത്. പ്രീ ഡിഗ്രി ആയിരുന്നു. നിങ്ങളുടെ ഈക്വലൻ 11th and 12th. 2 വർഷവും മാത്തമാറ്റിക്സിന് ദൈവകൃപയാൽ 100-ൽ 100 എന്ന യുണീക് മാർക്കോട് കൂടി പാസ്സായി. ഞാൻ പ്രീ ഡിഗ്രി 1996-ലാണ് പാസ്സായത്. അത് കഴിഞ്ഞ് മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി കോളേജിൽ ചെന്ന ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മാർക്ക് ഓൾറെഡി അറിഞ്ഞായിരുന്നു. ഇപ്പം കോളേജിന്റെ ഓഫീസിൽ നിന്നാണ് മാർക്ക് ലിസ്റ്റ് കിട്ടുന്നത്. അപ്പം എന്നെ കാണുകയും സൂപ്രണ്ട് ചാടി മാത്യു കോശി ശിവ, കാരണം ഞാൻ അത്ര ഫേമസ് ആയി. എനിക്ക് ഫസ്റ്റ് ഇയറിൽ 100 കിട്ടി, സെക്കൻഡ് ഇയറിൽ 100 കിട്ടി. അപ്പം പ്രിൻസിപ്പൽ സാർ അകത്തിരിപ്പുണ്ടായി. സാർ ഞാൻ മാത്യു കോശിയാണോ? സാർ ഇറങ്ങി നേരിട്ട് എന്റെ കയ്യിലോട്ട് ആ മാർക്ക് ലിസ്റ്റ് അങ്ങോട്ട് തന്നു. ഞാൻ എന്തോ എടുത്തു, ഇങ്ങനെ കിടന്ന് ചാടിയോ? ഞാൻ ആ മാർക്ക് ലിസ്റ്റ് പിടിച്ച എന്റെ കണ്ണ് നിറഞ്ഞങ്ങ് ഒഴുകി. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, മാത്തമാറ്റിക്സ് അത്ര വലിയ ടഫുള്ള സംഭവമൊന്നുമല്ല. ചില കുട്ടികൾക്ക് നാച്ചുറലായിട്ട് ഒരു ടാലന്റഡ് ആണ് മാത്തമാറ്റിക്സ്. ഐ വാസ് നോട്ട് നാച്ചുറലി ടാലന്റഡ്. പക്ഷേ നാച്ചുറലി ടാലന്റഡ് അല്ലാത്ത കുട്ടികൾക്കും 100 മാർക്ക് വാങ്ങിക്കാം. എങ്ങനെയാണ്? എക്സ്ട്രാ ഓർഡിനറി ഹാർഡ് വർക്ക് വേണം. അതുകൊണ്ട് മാത്തമാറ്റിക്സിനെ നിങ്ങൾ പേടിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ മാത്തമാറ്റിക്സ് പഠിക്കണം. നിങ്ങളുടെ ജീവിതത്തിനൊരു സിസ്റ്റമാറ്റിക് മെത്തേഡ് കാണും. ഞാൻ മാത്തമാറ്റിക്സ് അത്ര വലിയ ടഫുള്ള സംഭവമൊന്നുമല്ല. ഇനി അടുത്ത 2-3 ചോദ്യങ്ങൾ. നിങ്ങളിൽ പത്രം വായിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് കൈവയ്ക്ക്? ന്യൂസ് പേപ്പർ വായിക്കുന്ന എത്ര പേരുണ്ട്? കൈവക്ക്. ഏത് പേപ്പറാ വായിക്കുന്നത്? ഏത് പത്രമോ? മലയാള മനോരമ. ഇന്നത്തെ പത്രം വായിച്ചോ? ഹെഡ്ലൈൻ വല്ലതും ഓർക്കുന്നുണ്ടോ? ഓ, നിങ്ങളിത് ഹലോ, ഇന്നത്തെ പത്രത്തിന്റെ ഏതെങ്കിലും ഒരു വാർത്ത ഓർക്കുന്നുണ്ടോ മോള്? ഇല്ല, കുഴപ്പമില്ല. മോള് മനോരമ ഇന്നത്തെ പത്രത്തിലെ വായിച്ചോ? ഓർക്കുന്നില്ല, കുഴപ്പമില്ല. മോനെ ഏതാ വായിക്കുന്നേ? മനോരമ. വേറെ ആരെങ്കിലും നിങ്ങളാരും പത്രം വായിക്കത്തില്ലേ? ഇല്ല, ദൈവകൃപയിൽ അങ്ങനെ ഒരു ശീലമില്ല. ഹിന്ദു പത്രം വായിക്കുന്നവരെല്ലാം ഉണ്ടോ? മോളേതാ വായിക്കുന്നേ? മലയാള മനോരമ. ആ, വെരി ഗുഡ്. മനോരമക്കാർക്ക് നല്ല പരസ്യമുള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി പറയാൻ പോകുന്ന വളരെ ഇതിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ അക്കാഡമിക് ബ്രില്യൻസ്. എഴുതിക്കോ എളുപ്പം എഴുതുക. അക്കാഡമിക് ബ്രില്യൻസ്. നിങ്ങളുടെ പഠന മികവാണ് ഏറ്റവും വേണ്ടത്. നിങ്ങൾ 23-ാമത്തെ വയസ്സിൽ ഒരു ജോലിക്ക് പോകുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ നോക്കും. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ മാർക്ക് അവർ നോക്കും. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലരും പറയും, എന്തിനാടാ 10 ഇത്ര വലിയ മാർക്ക്? എന്തിനാടാ സൈൻ തീറ്റ പഠിക്കുന്നത്? എന്തിനാടാ കോസ് തീറ്റ പഠിക്കുന്നത്? ചുമ്മാ നിങ്ങളെ കളിപ്പിക്കും കേട്ടോ. മര്യാദക്കിരുന്ന് പഠിച്ച് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും നല്ല മാർക്ക് വാങ്ങിച്ചോളൂ, എന്നാലേ നല്ല ജോലി കിട്ടത്തുള്ളൂ. ഞാൻ ഇപ്പോഴേ പറയൂ, കുറെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിക്കാർ ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാടാ സൈൻ തീറ്റ പഠിക്കുന്നത്? വല്ല പ്രയോജനം ഉണ്ടോടാ ജീവിതത്തിൽ? ഡോണ്ട് ട്രസ്റ്റ് ദോസ് പീപ്പിൾ. കണക്കിന് 100 കിട്ടിയ ആളായി പറയുന്നു. 12ാം ക്ലാസ്സിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഫുൾ A+ വാങ്ങിച്ചിരിക്കണം. 12th അതുകൊണ്ട് കൊച്ചുകുട്ടികൾ എന്നെ കേൾക്കുന്നത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോണം. 5ാം ക്ലാസ്സിലെ കണക്ക് പഠിച്ചാലേ 6ാം ക്ലാസ്സിലെ പഠിക്കാൻ ഒക്കത്തുള്ളൂ. 6ലെ പഠിച്ചാലേ 8ലെ പഠിക്കാൻ ഒക്കത്തുള്ളൂ. 8ലെ പഠിച്ചാലേ 10ലെ പഠിക്കാൻ ഒക്കത്തുള്ളൂ. മനസ്സിലാവുന്നോ? അല്ലാതെ ഞാനെങ്കിൽ 10ലായിട്ട് പഠിക്കാമെന്നും പറഞ്ഞ് ഇന്ന് പോയി ബുക്ക് അടച്ചു വെച്ചേക്കല്ലേ. 5ലെ പഠിക്കാതെ 6ലെ പഠിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അക്കാഡമിക് ബ്രില്യൻസ്. പിന്നെ നിങ്ങളുടെ ഗ്രാജുവേഷൻ ആണ് ഡിഗ്രി.
നിങ്ങൾക്ക് സയൻസ് പഠിക്കാം, കൊമേഴ്സ് പഠിക്കാം, ഡോക്ടറാകാൻ പഠിക്കാം, ഫോട്ടോഗ്രാഫി പഠിക്കാം, ജേർണലിസം പഠിക്കാം, ഫാഷൻ ഡിസൈനിങ് പഠിക്കാം. ക്രിക്കറ്റ് പഠിക്കുന്ന കോളേജിലൊന്നും പോകേണ്ട കാര്യമില്ല, പറമ്പ് ഇറങ്ങി കളിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. എന്റെ സിസ്റ്റർ ഒരു ഫാഷൻ ഡിസൈനറാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലെ ഫാഷൻ ഡിസൈനിങ് കോഴ്സിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. അവിടെ ഡിഗ്രി കോഴ്സ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ലോകത്തുള്ള എന്ത് കോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പോൾ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇവിടെ വരികയാണ്. നിങ്ങൾ എന്ത് കാര്യം പഠിച്ചാലും നിങ്ങൾക്ക് A+ ഉണ്ടായിരിക്കണം. 10ാം ക്ലാസ് ഫുൾ A+ കിട്ടിയ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? 12 ഉണ്ടായിരുന്നല്ലോ, ആരെങ്കിലും ഉണ്ടോ ഫുൾ A+ കിട്ടിയേ? അതിന്റെ ആ കുട്ടി കൈമുക്കി പിടിച്ചതാക്കുന്നില്ല. കിട്ടിയോ? ഫുള്ള് കിട്ടിയോ? ഇല്ല, കുഴപ്പമില്ല. ഇനി 12 പിടിച്ചോണം. 12 പരീക്ഷയും കഴിഞ്ഞു. അതുകൊണ്ട് ബാക്കിയുള്ള കുട്ടികൾ, എന്നെ കേൾക്കുന്ന കുട്ടികൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഫുൾ A+ വാങ്ങിച്ചിരിക്കണം. ഇല്ലേലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ട്രൈ ചെയ്യുക. നമുക്ക് ചിലപ്പോൾ ഒന്നും കിട്ടുന്നില്ല. നമ്മള് എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ നമ്മളങ്ങ് എനിക്ക് പറ്റിയ പോലെ 50-9 ചിലപ്പോൾ കിട്ടിപ്പോകും. അത് ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനെ നമ്മൾ നേരിടണം. പിന്നീട് നിങ്ങൾക്ക് വേണ്ടത്, അപ്പൊ ഏതൊരു ഇന്റർവ്യൂവിന്റെ ഒന്നാമത്തെ ഭാഗം അക്കാഡമിക് ബ്രില്യൻസ് ആണ്. അടുത്ത നിങ്ങളുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്, നിങ്ങളുടെ വ്യക്തിത്വം എങ്ങനെ ഉണ്ടെന്ന്. ഇത്രയും കുട്ടികളോട് ചോദിച്ചു നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും വരാൻ പറഞ്ഞു. ഇതേണ്ട ഈ ഒരൊറ്റ കുട്ടിയാ വന്നത്. ഈ കുട്ടിയുടെ പേരെന്താ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +2 കഴിഞ്ഞു. ഈ കുട്ടി ഒരു ലീഡറാണ്. അതുകൊണ്ടാണ് ഈ ധൈര്യം വന്നത്. കൈയടിക്കുന്നില്ലേ നിങ്ങളൊക്കെ? എന്തോ കുട്ടികൾ. ഷീ ഈസ് എ ലീഡർ. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഇത്രയും ധൈര്യം വന്നത്. ഇവിടെ ഇത്രയും പേരുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് വീഡിയോ എടുക്കാണോ? അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ കുട്ടിയെ അഭിനന്ദിക്കണം. ഇത്രയും പേരുടെ മുമ്പിൽ നിന്ന് ഇതൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക ധൈര്യമാണ്. വണ്ടർഫുൾ. യു ഹാവ് എ കോൺഫിഡന്റ് പേഴ്സണാലിറ്റി. അല്ലാത്തവർക്കൊന്നും ഇങ്ങനെ നിൽക്കാനൊക്കത്തില്ല. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഒരു പാട്ട് ആർക്കെങ്കിലും പാടാമോ? അടിപൊളി. വേറെ ആർക്കെങ്കിലും പാടാമോ? മോളത് എഴുന്നേറ്റ് ഒരു പാട്ട് പഠിക്കും. മോളും പാടുവോ? നിങ്ങൾ രണ്ടു പിടിഞ്ഞു പോവാ. നീങ്ങളോ പാട്ട് പാടാൻ താല്പര്യമുള്ള എല്ലാവരും ഓടി വാ. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റേ പാട് എന്തുവാ നിങ്ങളുടെ പേരെന്ന് പറഞ്ഞേ? പാർവതിയും ഗൗരിയും. പാർവതിയും ഗൗരിയും. ഒന്ന് ശരിക്കൊന്ന് കൈയടിച്ചേ. എത്ര നല്ല കോൺഫിഡന്റ് പേഴ്സണാലിറ്റിയാണ്. വണ്ടർഫുൾ. രണ്ടുപേർക്കും ഭാവിയിൽ ഇന്റർവ്യൂ നല്ല സൂപ്പർ മാർക്ക് കിട്ടും. ബിക്കോസ് യു ഹാവ് പാസ് ദ പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഗ്രേറ്റ്. വണ്ടർഫുൾ. സോ പോയിരുന്നു. സെക്കൻഡ് പാർട്ടിൽ നിങ്ങളുടെ ടെസ്റ്റ് ആണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇന്ത്യയിലെ ഏറ്റവും ടഫായിട്ടുള്ള ഇന്റർവ്യൂ ആണ് IAS പരീക്ഷയുടെ ഇന്റർവ്യൂ. എങ്ങനെയാണ് പറയുന്നത്? ടാറ്റയുടെ ഇന്റർവ്യൂ അതുപോലെ തന്നെ ടഫാണ്.
അപ്പോൾ ഈ IAS ഇന്റർവ്യൂവില് പണ്ട് നിങ്ങൾ സംസാരിക്കില്ല പ്ലീസ്. പണ്ട് 300 മാർക്സ് ആയിരുന്നു, ഇപ്പൊ 220 എങ്ങാണ്ടാണ്, ഇപ്പൊ ലേറ്റസ്റ്റ് ഓർക്കുന്നില്ല. അപ്പോൾ 300 മാർക്സിൽ നിങ്ങൾക്കൊരു IAS പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 210 or 220 മാർക്സ് തരും. അവരൊരു 40 മിനിറ്റ് ഇന്റർവ്യൂ കഴിയുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും, ഈസ് ദിസ് പേഴ്സൺ എലിജിബിൾ ഫോർ IAS? ഇഫ് ദ ആൻസർ ഈസ് yes among all the interview board members, usually there are 5. They give you 210 or 220 marks. No എന്ന ആൻസർ എങ്കിലേ very surprisingly you will be given only 60 marks. അതാ അതിന്റെ ഒരു ടെക്നിക്ക്. ഇത് അധികം ഇത് ഒതന്റിക് ആയിട്ട് നിങ്ങൾ നെറ്റ് തപ്പിയാൽ കിട്ടത്തില്ല. എന്റെ ഫ്രണ്ട്സ് ഒക്കെ 3-4 പേര് IAS ഇന്റർവ്യൂ ക്ലിയർ ചെയ്ത് സർവീസിലുള്ളവരുണ്ട്. അവര് പറഞ്ഞ് എനിക്ക് കിട്ടിയ ഒരു അറിവാണ്. ഇല്ല എങ്കിൽ they will give you only 60 marks അല്ലെ 100 മാർക്സ്. ഡൽഹി വരെ വണ്ടി പിടിച്ച് വന്നതല്ലേന്ന് ഓർത്തൊരു സിമ്പതിയുടെ പുറത്ത്. അപ്പൊ മലയാളത്തിൽ നിന്ന് പണ്ട് ലളിതാംബിക എന്ന് പറഞ്ഞൊരു മാഡം ഉണ്ടായിരുന്നു. ലളിതാംബിക അന്തർജനമല്ല, വേറൊരു ലളിതാംബിക എന്ന് അദ്ദേഹത്തിന്റെ പേര്. നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്താൽ മതി. വർഷങ്ങൾക്ക് മുമ്പ് ഈ മാഡം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. അവിടെ ചെന്നപ്പോ ആ ബോർഡിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു, വളരെ ഫേമസ് ആയിരുന്നു, ശിവശങ്കര മേനോനോ ഉണ്ടായിരുന്നു, ഫോറിൻ സെക്രട്ടറി ഒക്കെ. അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞ ഒരു 30-40 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഈ ലേഡി വാസ് സിംപ്ലി അമേസിങ്. ഒരു 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, ഒരു യുവതിയാണ്, IAS ബോർഡിന്റെ മുമ്പിൽ ഇരിക്കുക. അവസാനം 40 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേന് ഇന്റർവ്യൂ കഴിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, യു ആർ ഫ്രം കേരള? ഓക്കെ. ശിവശങ്കര മേനോനാ ചോദിച്ചാന്നാ വന്നേ. നെയിം ദ ഫസ്റ്റ് ജ്ഞാനപീഠ അവാർഡ് വിന്നർ. ജ്ഞാനപീഠ അവാർഡ് ആദ്യമായി നേടിയ ആൾ ആരാണെന്നാണ് ചോദിക്കുന്നത്. ആർക്കെങ്കിലും പറയാമോ? ഇറ്റ്സ് എ വെരി സീരിയസ് ക്വസ്റ്റ്യൻ, തമാശയൊന്നും പറയല്ലേ. പറ. വണ്ടർഫുൾ, അടികൈ. എന്തോ മോടെ പേരെന്തുവാ? വൈഷ്ണവി. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10th കഴിഞ്ഞു. വാട്ട് ഈസ് യുവർ അംബിഷൻ? IAS ഓഫീസർ ആവണ്ടേ? അതെന്നാ ഇത്ര അറിവുള്ള ആളോ IAS ഓഫീസർ ആയില്ലേ പിന്നെ ആരാവുന്നത്? വാട്ട് ഈസ് യുവർ അംബിഷൻ? Become a cardiac surgeon. Okay, God bless you. Wonderful answer. G. Shankarapur. കൈ അടിച്ചില്ല എന്തോ. ലളിതാംബിക മാഡം IAS ഇന്റർവ്യൂവിന് ആൻസർ ചെയ്ത ചോദ്യമായി കുട്ടി ഇപ്പൊ പറഞ്ഞത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. ആരാ ആൻസർ? എന്തോ കേട്ടോ? G. ശങ്കരക്കുറുപ്പ്. അടുത്ത ചോദ്യം. 23 വയസ്സുള്ള ഒരു IAS ഇന്റർവ്യൂവിനോട് ആളോടെ ലളിതാംബിക മാഡത്തോടെ ചോദിക്കുകയാണ്, ക്യാൻ യു റിസൈറ്റ് എ പോയം ഓഫ് G. ശങ്കരക്കുറുപ്പ്? മാഡം ഒന്ന് പതുങ്ങി. പക്ഷേ അവർക്ക് മനസ്സിലായി ഈ ഹയസ്റ്റ് ലെവൽ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് ചില ഇത് ഇട്ടു തരും. അവര് അവത്തെ കയറി പിടിക്കണം. ഗ്രേറ്റ് ലീഡേഴ്സിനെ കണ്ടുപിടിക്കാനാണ്. മാഡത്തിന് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായി. അവര് പറഞ്ഞു, ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, യു നോ എ പോയം ഓഫ് G. ശങ്കരക്കുറുപ്പ് വാസ് included as a film song in a movie. Can I sing that song? അങ്ങോട്ട് ചോദിച്ചു. അദ്ദേഹത്തിന്റെ ഒരു കവിത ഒരു സിനിമാ പാട്ടാക്കിയിട്ടുണ്ട്, ആ പാട്ട് ഞാൻ പാടിക്കോട്ടെ എന്ന് ചോദിച്ചു. യെസ്. അങ്ങനെ അവിടെ നിറഞ്ഞാടി അങ്ങ് പാടി. IAS ഇന്റർവ്യൂവിൽ പാട്ടുപാടലൊക്കെ വളരെ വളരെ റെയർ ആണ്. ആൻഡ് ഷീ ഗോട്ട് IAS ഇന്റർവ്യൂവിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഹയസ്റ്റ് മാർക്കാണ് അവർക്ക് കൊടുത്തത്. അതിനപ്പുറം ലോകത്തെ ഒരു IAS ഇന്റർവ്യൂവിനും കൊടുത്തിട്ടില്ല ഇന്ന് വരെ. She got around 275 or 280 marks out of 300. കാണാൻ വലിയ ലുക്കോ അങ്ങ് വലിയ സിനിമാ നടിയെ പോലൊന്നും അല്ലാതിരിക്കുന്നത്. നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി, ലളിതാംബിക IAS അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാം ഈ മാഡത്തിന്. അതുകൊണ്ട് നിങ്ങൾക്കുള്ള കോൺഫിഡൻസ്, ഈ കുട്ടികളെ മുമ്പിൽ വന്ന് പാട്ട് പാടിയ കോൺഫിഡൻസ്, അതാണ് നിങ്ങളുടെ ലീഡർഷിപ്പ് ടെസ്റ്റ്. നോളജ് ആണ്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരറിയാവുന്ന കൈവയ്ക്ക് ഒരാൾക്കറിയാം. ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരറിയാവുന്ന കൈവയ്ക്ക്. പ്രൈം മിനിസ്റ്റർ അല്ല. വണ്ടർഫുൾ, വണ്ടർഫുൾ. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? അതൊരു ഹയസ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഐ എം നോട്ട് എക്സ്പെക്ടിങ് എനിവൺ ടു ആൻസർ. പക്ഷെ അതറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ടാലന്റഡ് ആണ്. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, കുഴപ്പമില്ല. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ UNO, അതിന്റെ സെക്രട്ടറിയുടെ ജനറൽ സെക്രട്ടറി ജനറലിന്റെ പേരറിയാവോ? ഇല്ല, ആ ലെവലിലുള്ള ആയിട്ടില്ല. അന്റോണിയോ
അന്റോണിയോ ഗുട്ടരാസ്. എന്റെ അമ്മാച്ചന്റെ മോനൊന്നും അല്ല, ഞാൻ കുത്തിയിരുന്ന് കാണാൻ പഠിച്ചതാ. അന്റോണിയോ ഗുട്ടരാസ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേര് ജസ്റ്റിസ് സൂര്യകാന്ത് എന്നാണ്. ഇപ്പൊ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഈയിടെ ഇലക്ഷൻ എല്ലാം നടത്തി ആപ്പാടെ പ്രശ്നമായത്തിലായിരിക്കുന്ന ഒരു IAS ഓഫീസർ ഉണ്ട്. വാട്ട് ഈസ് ഹിസ് നെയിം? ജ്ഞാനേഷ് കുമാർ, ഡൽഹിയിൽ. ഞാനിതെല്ലാം കാണാൻ പഠിച്ചതാ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. പത്രം വായിച്ച്, അതുകൊണ്ട് ദിവസം ഒരു പത്രമെങ്കിലും വായിച്ചിരിക്കണം. പത്രത്തിന്റെ എഡിറ്റോറിയൽ, സീനിയർ സ്റ്റുഡൻസ്, എഡിറ്റോറിയൽ ഓഫ് എ ന്യൂസ് പേപ്പർ, പ്രിഫറബിളി ടൈംസ് ഓഫ് ഇന്ത്യ. ഞാൻ പറയുന്നത് ഹിന്ദു പത്രമാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഹിന്ദു ഇച്ചിരി ഹയർ ലെവലാണ്, സാധാരണക്കാരൻ അങ്ങോട്ട് താങ്ങത്തില്ല. ടൈംസ് ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എല്ലാ ദിവസവും ഡൗൺലോഡ് ചെയ്യാം, ഇന്റർനെറ്റിൽ നിന്ന് വായിക്കാം. ഇത് കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. എഡിറ്റോറിയൽ പേജ് വായിക്കണം. നിങ്ങൾക്ക് ജനറൽ നോളജ് വേണം. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ട്. എഴുതിയെടുക്ക്, ഇതിന്റെ പേര് എഴുതിയെടുക്ക്. മാതൃഭൂമി GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഇതിന് 40 രൂപ 60 രൂപയൊക്കെ ഉള്ളൂ. മാസത്തിൽ ഒന്നാണ്. അയ്യോ, 60 രൂപയോ? കുഴിമന്തിക്ക് എത്ര രൂപയാ? KFC-യിലെ 12 പീസ് ബക്കറ്റിന് എത്ര രൂപയാ? അതിനൊരു കുഴപ്പമില്ല. കാഡ്ബറീസ് ഡയറി മിൽക്ക് സിൽക്കിന് എത്ര രൂപയാ? കാഡ്ബറീസ് ഡയറി മിൽക്ക് സിൽക്കിന് എത്ര രൂപയാ? എത്ര? 160 രൂപ. ഞാനീടെ ഒന്ന് വാങ്ങിച്ചു ഞെട്ടിപ്പോ. 700 രൂപ. വെരി ഗുഡ്. അപ്പൊ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് വാങ്ങിക്കണം. മാതൃഭൂമി GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഇതെല്ലാവർക്കും വായിക്കാവുന്നതാണ്. ഇനി വന്നേ, ഇതിന്റെ ആദ്യത്തെ പേജുകളൊക്കെ ഒരു സ്വല്പം ബോറിംഗ് ആണ്. ബോറിംഗ് അല്ല, നിങ്ങൾക്ക് ഇത് മലയാളത്തിൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജുമാണ് മലയാളത്തിലായത്. ഇംഗ്ലീഷിലാണ് കുട്ടികൾ വായിക്കേണ്ടത് ഇതൊക്കെ. പക്ഷേ എല്ലാവർക്കും മനസ്സിലാവും. ഇതിന്റെ അവസാനത്തെ ഒരു 3-4 പേജുണ്ട്, അതാണ് നിങ്ങൾ വായിക്കേണ്ടത്. കഴിഞ്ഞ ഒരു മാസം ഇന്ത്യയിലും ലോകത്തിലും നടന്നുള്ള പ്രധാനപ്പെട്ട ന്യൂസ് ഐറ്റംസ് എല്ലാം ഇതിനകത്തുണ്ട്. ഇതിന്റെ കവർ സ്റ്റോറി മിഡിൽ ഈസ്റ്റിലെ ക്രൈസിസ് ആണ്. ആരാ ഈ രണ്ടുപേര്? ഈ ഫോട്ടോയിൽ കാണുന്ന രണ്ടുപേരാരാ? ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ. അല്ലേ? പ്രൈം മിനിസ്റ്റർ ആണോ പ്രസിഡന്റ് ആണോ? അതിൽ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇരിക്കുക. അതുകൊണ്ട് നിങ്ങൾ മാതൃഭൂമി GK ആൻഡ് കറണ്ട് അഫയേഴ്സ് വായിക്കണം. പിന്നീട് നിങ്ങളുടെ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യണം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ സ്പീഡിൽ പോവുകയാണ്. അതിന് മനോരമയുടെ ടെൽ മീ വൈ എന്ന ഒരു മാഗസിൻ ഉണ്ട്. ഇത് വാങ്ങിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ പിന്നെ എന്തോ ഈ വാങ്ങിക്കുന്നത്? എനിക്കറിയാൻ വേണ്ടി ചോദിക്കും. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ പത്രക്കാർ കൊണ്ടുതരും. മനോരമയുടെ എന്നെ ശ്രദ്ധിക്കുന്ന 5ാം ക്ലാസ് 6ാം ക്ലാസ് 7ാം ക്ലാസ് കുട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് അതിന് ലൈഫ് തുടങ്ങിയിട്ടേ ഉള്ളൂ. 12 കഴിഞ്ഞവർക്കൊന്നും ലൈഫ് തീർന്നിട്ടില്ല. മനോരമയുടെ ടെൽ മീ വൈ. പിന്നീട് ബാലരമ ഡൈജസ്റ്റ് ഉണ്ടോ? വാങ്ങിക്കുവോ? വെരി ഗുഡ്. ഞങ്ങളുടെ അമ്മ ഒരു കോളേജിലെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത സ്ത്രീയാണ്. മരിക്കുന്നതിന് 1 മാസം മുമ്പ് വരെ ബാലരമ ഡൈജസ്റ്റ് രാവിലെ ഇരുന്ന് വായിക്കുമായിരുന്നു. ഞാനും ഇരുന്ന് വായിക്കുമായിരുന്നു. അതുകൊണ്ട് ബാലരമ ഡൈജസ്റ്റ് നിങ്ങൾ വായിക്കണം. പിന്നെ ഒരു ദിവസം ഒരു 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ പുസ്തകം എന്തെങ്കിലും ഒന്ന് വായിക്കണം. അങ്ങനെ ഒരു സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടോ? ഒരാൾക്കുണ്ട്. വെരി ഗുഡ്. ഏത് പുസ്തകമാണ് വായിക്കുന്നത്? സ്കൂളിലെ പുസ്തകമോ? അതല്ലേ ചോദിച്ചേ. വേറെ എനിക്ക് പണ്ടൊരു സ്റ്റുഡന്റ് ഉണ്ട് ഡൽഹിയിലാ. ഞാൻ ചോദിച്ചു വാട്ട് ഈസ് യുവർ ഹോബി റീഡിംഗ്, വാട്ട് ആർ യുവർ ഫേവറേറ്റ് ബുക്സ്? ഓൾ ദ NCERT ബുക്സ്. പുസ്തകം വായിക്കണം. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, തിരുവല്ലയിലെ മാർത്തോമ സേവിയ സംഘം സ്കൂൾ എന്ന് പറയുന്നൊരു സ്കൂളുണ്ട്. മഞ്ഞാടി എന്ന് പറയുന്ന സ്ഥലം അറിയാവോ? മഞ്ഞാടി ആ മീന്തലക്കര അമ്പലത്തിന് ഇപ്പുറത്തൊരു വലിയ കെട്ടിടമുണ്ട്, വെള്ള പെയിന്റ് അടിച്ച്. അതൊരു സ്കൂളാ. അന്ന് അവിടെ 650 കുട്ടികളുണ്ടായിരുന്നു മൊത്തം. അലുമിനി അസോസിയേഷന്റെ സെക്രട്ടറിയാണ്.
ഞാൻ ആ സ്കൂളിനെ എന്നും നന്ദിയോടെ ഓർക്കുന്ന ഒരേ ഒരു കാര്യം കൊണ്ടാണ്. എനിക്ക് 1991 അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആണ് 7ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് കൊടുത്ത ബുക്കാണ് ജവഹർലാൽ നെഹ്റുവിന്റെ വാട്ട് ഇസ് ദ നെയിം ഓഫ് ദാറ്റ് ബുക്ക്? ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. അല്ലല്ല, ഇതിനകത്ത് എഴുതിയേക്കുന്നുണ്ടോ? പ്രൈസ് ഫോർ ദ, വായിച്ചേ മോളെ, അതിലൊരാൾ വായില്ലേ, ജോലി സാർ വായില്ലേ? Prize for best outgoing student donated by PTA Matthew Koshi Standard 7B. എനിക്ക് ഇപ്പോഴും ഇതങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 12 വയസ്സുള്ള ഒരു കൊച്ചന് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ഒരു പുസ്തകം സമ്മാനമായി കൊടുക്കുവാനും വേണ്ടി വിവരവും ബുദ്ധിയും വിഷനുമുള്ള ടീച്ചർമാരുണ്ടായിരുന്നു എന്നുള്ളത് ഞാനിപ്പം അഭിമാനത്തോടെ ഓർക്കുന്നു. PTA പ്രസിഡന്റ് എന്റെ പപ്പായായിരുന്നു. എനിക്ക് തോന്നുന്നു എന്റെ പപ്പ സജസ്റ്റ് ചെയ്തായിരിക്കും കൊച്ചിന് കൊടുത്തേക്കാൻ പറഞ്ഞു. മേ ബി അങ്ങനെ ഒരു ചാൻസും ഉണ്ട്. പിന്നീട് ഇവിടെ SES ഹൈസ്കൂളിൽ ഞാൻ പഠിച്ചതാണ്. ആരെങ്കിലും പഠിച്ചിട്ടുണ്ട്? SES ഹൈസ്കൂളിൽ പഠിച്ചാലും ഉണ്ട്. 10ാം ക്ലാസ്സിൽ വെച്ച് 10ലായപ്പോ SESലായിരുന്നു. 8, 9 ചങ്ങനാശ്ശേരി SHലായിരുന്നു. മറ്റേ ട്രെയിനിന് മുമ്പ് ചാടാൻ പോയത് ചങ്ങനാശ്ശേരി SH വെച്ച. SES വെച്ച് എനിക്ക് ഉപന്യാസ മത്സരത്തിന് 2ാം സമ്മാനം കിട്ടി. അത് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്ന ബുക്കാണ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്? ലാരി കോളിൻസ് ആൻഡ് ഡൊമിനിക് ലാപ്പിയർ. അതുകൊണ്ട് നിങ്ങൾ ടീച്ചർമാരോടൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പുസ്തകം വാങ്ങിച്ചു തരാൻ പറയണം. ഇന്നെന്തുവാ, ഇന്ന് കുറെ മെമന്റോ കൊണ്ട് അടുക്കി വെച്ചിരിക്കുകയാണ്. നല്ല പ്രയോജനമുണ്ട്. ഇത് 1991 കിട്ടിയതാണ്. അങ്ങനെ തരത്തില്ല, ഇതെന്റെ ചങ്ക. 35 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് കിട്ടിയതാണ്. 12 വയസ്സുള്ളപ്പോൾ എനിക്ക് കിട്ടിയ സമ്മാനമാണ്. മോക്കൊക്കെ ഇപ്പൊ 10 വയസ്സ്, നിങ്ങളുടെ പ്രായത്തിൽ എനിക്ക് കിട്ടിയതാ. ഞാൻ ഡൽഹിയിൽ പോയി IAS പരീക്ഷ തോറ്റ് വീണ്ടും ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ ഞാൻ നോക്കിയതാണ്. അയാളെന്തോണ തൂക്കിച്ചാകുന്നത്? എന്റെ ജീവിതത്തിന്റെ പരാജയങ്ങളൊക്കെ നിങ്ങൾ അറിയണം. നിങ്ങളുടെ മുമ്പ് ഇങ്ങനെ നെഞ്ചു വിരിച്ച് നിൽക്കുമ്പോൾ ഞാനൊരു പച്ചയായ മനുഷ്യനായിരുന്നു നിങ്ങൾ അറിയണം. ജീവിതത്തിൽ ഒരിക്കലും IAS ഓഫീസർ ആകത്തില്ല എന്ന് പറഞ്ഞ നിമിഷം വന്നു. ഞാൻ 6 മാസമാ ഡെയിലി 3 മണിക്കൂർ ഇരുന്ന് കരഞ്ഞതറിയാവോ? ഒരു ചങ്കും എന്നെ വിളിക്കാനില്ലായിരുന്നു. എന്റെ അമ്മ മാത്രമേ എന്നെ വിളിക്കാനുള്ളായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അവസാനം നിങ്ങളുടെ അമ്മയെ നിങ്ങളുടെ കൂടെ കാണത്തോളം ഓർത്തോളം ഉള്ള കാര്യം ഞാൻ പറയുക. ഇപ്പൊ കുറെ ചങ്കന്മാരും ചങ്കത്തിമാരും ഉണ്ട്, എല്ലാം ഇട്ടേച്ചു പോവും. തോറ്റു കഴിഞ്ഞപ്പോ ഒറ്റ മനുഷ്യൻ നിന്റെ കൂടെ കാണത്തില്ല, എഴുതി വെച്ചു. എല്ലാ ദിവസവും എന്നെ വിളിച്ചത് എന്റെ അമ്മയായിരുന്നു. കുഴപ്പമില്ലടാ മോനെ, കുഴപ്പമില്ലടാ മോനെ. അന്ന് ഈ പുസ്തകം വായിച്ച ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. കഴിഞ്ഞ വർഷത്തെ UPSC IAS പരീക്ഷയിൽ 57ാം റാങ്ക് കിട്ടി. എന്തോ ചേച്ചിയുടെ പേര്? ശ്രീജ. നിങ്ങൾ കേട്ടോ ശ്രീജ ചേച്ചിയെ കുറിച്ച്? നിങ്ങൾ കേട്ടായിരുന്നോ? ന്യൂസ് അവർ, ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ ശ്രീ വിനു 1 മണിക്കൂർ ശ്രീജയുടെ പപ്പായയിൽ ഇതുപോലെ IAS കിട്ടിയ കുട്ടികളെ എല്ലാം വെച്ചൊരു സ്പെഷ്യൽ ന്യൂസ് അവർ ഉണ്ടായിരുന്നു. ഈ കുട്ടിയുടെ പിതാവ് കൂലിപ്പണിക്കാരനാണ്, ഡെയിലി ലേബറാണ്. ആ പിതാവ് ന്യൂസ് അവറിൽ വന്നിരുന്നത് നിങ്ങൾ ദൈവത്തെ ഓർത്ത് പോയി യൂട്യൂബിൽ അടിച്ചു നോക്ക്. ശ്രീജ ന്യൂസ് അവർ അടിച്ചു കൊടുത്താൽ കിട്ടും. അത് മനമിണ്ടായി. ആ പിതാവ് വന്നിരുന്ന് പറഞ്ഞത് കേരളത്തിലെ ഓരോ പിതാവും കേൾക്കേണ്ട വാക്കുകളാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാത്ത പണിയില്ല. സൈക്കിൾ ചവിട്ടിയാണ് ഞാൻ തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിൽ പണി ചെയ്യാൻ പോകുന്നത്. ടോയ്ലറ്റ് വേസ്റ്റ് വരെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. കള്ളു കുടിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല. കിട്ടുന്ന ഓരോ പൈസയും ഭാര്യയുടെ കൊണ്ട് കൊടുക്കും. ഭാര്യ MA ഹിസ്റ്ററിക്കാരിയാണ്, പക്ഷെ ജോലിയൊന്നുമില്ല. ഭാര്യ ഇതെല്ലാം സൂക്ഷിച്ചു വെച്ച് 2 മക്കളാണുള്ളത്. മൂത്ത മോള് കുത്തിയിരുന്ന് പഠിച്ച് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് UPSC എക്സാമിനേഷൻ 10 ലക്ഷം പേര് എഴുതുന്ന പരീക്ഷയിൽ 57ാം റാങ്കിൽ പാസ്സായി. ആ അപ്പനും മോളോടിരുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട്, മറക്കത്തില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞങ്ങളെ ഈയിടെ ഈ വീടൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് 2 മുറിയേ ഉള്ളൂ, വീട് പകുതിയേ പണിതിട്ടുള്ളൂ, പൈസയില്ല. 2 മുറി വീട് ഇവര് 2 പേരുടെ പെയിന്റ് അടിച്ചത്. IAS പരീക്ഷ പാസ്സായ ശ്രീജ ചേച്ചിക്ക് പെയിന്റ് അടിക്കാൻ അറിയാം. നിങ്ങൾക്കറിയാം വീട് പെയിന്റ് അടിക്കാൻ? അറിയാം. 2 പേരുടെ പെയിന്റ് അടിച്ചു. ഉടനെ മീഡിയ പീപ്പിൾ ചോദിച്ചു എന്തിനാ സാറേ പെയിന്റ് അടിച്ചേ? നിങ്ങളൊക്കെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. വണ്ടർഫുൾ. ഞാൻ എഴുതിയ പരീക്ഷയാണ്. ഞാൻ തോറ്റ് തുന്നം പാടിയ പരീക്ഷയാണ്. 2 കോളേജ് റോസുകാരുടെ മകനായ മാത്യു കോശി തോറ്റ പരീക്ഷ
സാധാരണ മാതാപിതാക്കളുടെ മകളായ ശ്രീജ. ഉന്നത വിജയം 57ാം റാങ്ക്. അതുകൊണ്ട് തിരുവല്ലയിലെ നമ്മുടെ ഈ കുട്ടികൾ ഇവര് ശ്രീജ ചേച്ചിക്ക് ഒരു പ്രത്യേക അഭിനന്ദനം നൽകി. ഒന്ന് കൈയടിച്ചേ, ആദ്യം കൈയടിച്ചേ. ശ്രീജ ചേച്ചി അവസരം കിട്ടി. എന്നാ 2009 ഡേറ്റ് പറഞ്ഞ് ആ ഫോട്ടോയിൽ ഡേറ്റ് എഴുതിയിട്ടുണ്ടോ? അത് പറഞ്ഞേ. ഫെബ്രുവരി മാസം 2-ാം തീയതി ഡൽഹി വെച്ച് അദ്ദേഹത്തിന്റെ ഓഫീസാണ്. അപ്പൊ ഇദ്ദേഹത്തെ കാണാൻ എനിക്കൊരു അവസരം കിട്ടി. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരേ ഒരു പ്രാവശ്യമേ ഫേഷ്യൽ ചെയ്തിട്ടുള്ളൂ. ഇദ്ദേഹത്തെ കാണാൻ പോകുന്നതിന്റെ തലേ ദിവസം ഒറ്റ പ്രാവശ്യമേ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ടാ പിന്നെ മേക്കപ്പ് ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല വേറെ. അന്ന് എന്റെ മുടി ആ സാറ് പറഞ്ഞത് മുടി നീട്ടി വളർത്തുമായിരുന്നു. പുതിയ ഉടുപ്പ് വാങ്ങിച്ചു. ഏത് കളർ ഉടുപ്പാ വാങ്ങിച്ചത്? വാട്ട് ഈസ് ദ റീസൺ? What is the reason? What is the reason for me buying blue color shirt? Blue is the favorite color of Dr. APJ Abdul Kalam. അബ്ദുൽ കലാം സാറിന്റെ ഫേവറേറ്റ് കളറാണ്. നിങ്ങളൊക്കെ എങ്ങനെ? എനിക്ക് തോന്നുന്ന ഞാൻ ഇട്ടുകൊണ്ട് പോകും. നീ ആരോടാ ചോദിക്കാൻ? അങ്ങനെയല്ല നിങ്ങൾ പറയുന്നത്. ഞാൻ ചുവപ്പിട്ടുണ്ടോ, ഞാൻ കറുപ്പിട്ടുണ്ടോ, താനാരോട് ചോദിക്കാൻ? അങ്ങനല്ല. നമ്മൾ മഹാന്മാരായ ആൾക്കാരെ കാണാൻ പോകുമ്പോൾ അവരുടെ ഇഷ്ടം പോലെ ചെയ്യണം. സാറിനെ കണ്ടു 3 മിനിറ്റ് ആണ് എനിക്ക് അനുവദിച്ച സമയം. കണ്ടു, സാറിന്റെ ഓട്ടോഗ്രാഫ് വാങ്ങിച്ചു, ഫോട്ടോ എടുത്തു. ഞാൻ അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ടു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നല്ല കറുത്ത പോളിഷ് ചെയ്ത ഷൂ ആണ്. എന്തിനായി സംസാരിക്കുന്ന? ഹലോ, ഇങ്ങോട്ട് നോക്കിയേ സീനിയർ സ്റ്റുഡൻസ്. കാലെ തൊട്ടു, സാർ എന്റെ തലയെ കൈവച്ച് ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞു. എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണത്. അന്ന് മുതലാണ് ഞാൻ അബ്ദുൽ കലാം സാറിന്റെ ഒരു ശിഷ്യനായി മാറി. അദ്ദേഹത്തിന്റെ സോങ് ഓഫ് യൂത്ത്, അതിന്റെ ആദ്യത്തെ 4 ലൈനാണ് നമ്മളിപ്പോ വായിക്കുക. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പത്രം വിറ്റ് ഫീസ് അടച്ച മനുഷ്യനാണ് APJ അബ്ദുൽ കലാം. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാമോ? 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫീസ് കൊടുക്കാൻ പൈസയില്ല. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് 200 വീടുകളിൽ പത്രം സൈക്കിളെ കൊണ്ട് കൊടുത്ത് വിറ്റ് ആ കാശ് കൊണ്ട് ഫീസ് അടച്ച് സ്കൂളിൽ പോയ ആളാണ്. നിങ്ങൾക്ക് അതിന്റെ വല്ല ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് നിങ്ങളുടെ അമ്മയൊക്കെ ഇടയ്ക്ക് പറഞ്ഞത് നിനക്കൊക്കെ എന്തോന്റെ കുറവാടി എന്ന് ചോദിക്കത്തില്ലേ? ഇങ്ങനത്തെ മനുഷ്യരാണ്. അതുകൊണ്ട് അദ്ദേഹമാണ് പറയുന്നത് സ്മോൾ എയിം ഈസ് എ ക്രൈം ആസ് എ യങ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഈ മോർണിംഗ് എഴുതിട്ട് വന്നേ. എന്തോ മോന്റെ പേര്? അർജുൻ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7ൽ. ഇദ്ദേഹത്തിന് ഒരു IPS ഓഫീസർ ആണെന്നാണ് ആഗ്രഹം. വലിയൊരു ലക്ഷ്യമാണ്. അതുകൊണ്ട് അദ്ദേഹം ഉറക്കെ ഒന്ന് ചൊല്ലിക്കൊടുത്തേ. ആസ് എ യങ് സിറ്റിസൺ armed with technology, knowledge and love for my nation, I realize small aim is a crime. Small aim is a crime. Small aim is a crime. അപ്പോൾ നമ്മുടെ തിരുവല്ലയിലെ ഫോക്കസ് അക്കാഡമിയിലെ കുട്ടികൾ 30-40 കുട്ടികൾ ഇന്ന് പറഞ്ഞിരിക്കുകയാണ് ചെറിയ ലക്ഷ്യം കുറ്റകരമാണ്. സോ വളരെ നല്ല ഒരു ക്ലാസ് എല്ലാ കുട്ടികളുടെയും കൂടെ ഒത്തു. നമ്മളിപ്പോ എന്തോ പഠിച്ചത്? സ്മോൾ എയിം ഈസ് എ. അതുകൊണ്ട് നല്ല ഒരു സെഷൻ ആയിരുന്നു. പ്രിയപ്പെട്ട ജോജു സാറും മാഡവും ടീച്ചർമാരും എല്ലാവരും അടിപൊളിയായിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെ ആശംസകളും വീണ്ടും നേരുന്നു. താങ്ക് യു വെരി മച്ച്. Very good.